കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രീ ബാലചന്ദ്ര മേനോൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ക്യാമറാമാനെയും ഒക്കെയാണ് പരിചയപ്പെട്ടതെങ്കിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ശ്രീ ബാലചന്ദ്ര മേനോൻ്റെ രണ്ട് പ്രൊഡ്യൂസേഴ്സാണ് അടുത്തതായിട്ട് സമാഗമത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്നത്. ഉത്രാട രാത്രി എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം നിർമ്മിച്ച ശ്രീ രാധാകൃഷ്ണക്കുറുപ്പും ഒരു പൈങ്കിളി കഥ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ശ്രീ ബേബി പോളും. ഇവരെ രണ്ടുപേരെയും ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. ഒരുപാട് മുതൽ മുടക്കുള്ള ഒരു ബിഗ് ബിസിനസ്സാണല്ലോ സിനിമ. സിനിമയെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തൊരു ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്ക് ഒരു സിനിമ എങ്ങനെ കൊടുക്കാൻ സാറിന് എങ്ങനെ ധൈര്യം വന്നത്? അയ്യോ, അത് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ മേനോനെ ആദ്യം കാണുന്നത് 1976 നങ്ങാശ്ശേരിൽ എന്ന എൻ്റെ തറവാട്ടിൽ ആളുകളെല്ലാം എൻ്റെ കാരണവരും അവരെല്ലാം കൂടിയിരിക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പം എൻ്റെ സഹോദരിയുടെ മോൻ ശശി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതാ ഇരിക്കുന്ന ആളാണ് ബാലേന്ദ്ര മേനോൻ, ഒരു കൊച്ചു പയ്യൻ. ഞാൻ നോക്കിയപ്പം ഒരു 10-21 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചു പയ്യൻ ഇരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കാരണവരുടെ അടുത്തെല്ലാം പറയുന്നത് സിനിമ എടുക്കാമെന്ന് പറയുന്നത് പിന്നെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപ കൊണ്ട് ഇങ്ങനെ എടുക്കാം, കണക്കൊക്കെ സവിസ്തരം പറയുകയാണ്. അന്നേരം എല്ലാവരും പറഞ്ഞ് അത് അങ്ങനെ നടന്നില്ലെങ്കിലോ, അതൊക്കെ നടക്കും. അന്നേരം എല്ലാം കഴിഞ്ഞപ്പം എൻ്റെ ചേട്ടനും മറ്റുള്ള എല്ലാവരും പറഞ്ഞ് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നടക്കാൻ പാടാം. അന്നേരം ഇങ്ങനെ പല ഡിസ്കഷനൊക്കെ നടന്ന് അവസാനം എനിക്കിതെടുത്താൽ കൊള്ളാമെന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ചെറിയ കലാബോധമൊക്കെ ഉണ്ടായിരുന്നു. കലാകാരനുണ്ട് കറക്റ്റ്. ബാലേന്ദ്ര മേനോൻ്റെ സംസാരവും രീതിയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം സ്നേഹിച്ചു പോയി എന്നുള്ളൊരു സത്യമാണ്. ആ സ്നേഹത്തിൻ്റെ ആണല്ലോ 1976 കഴിഞ്ഞ് ഇത്രയും വർഷമായി എനിക്ക് ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരിക്കാൻ സാധിക്കുന്നത്. അത് എനിക്ക് ആ സിനിമയിലുള്ള പിന്നെ ലാഭങ്ങളെക്കാൾ ഉപരി ഏറ്റവും വലിയ കാര്യം ഇതാണ്. ശ്രദ്ധിക്കുക, വേറെ സത്യം, കുറുപ്പേട്ടനെ വിളിക്കുക. കുറുപ്പേട്ടൻ ഒരു നടനാണെന്ന് പറഞ്ഞില്ലേ, പക്ഷെ കുറുപ്പേട്ടൻ ആ പടത്തിൽ അഭിനയിച്ചിട്ടുമില്ല. ഇല്ല, അങ്ങനെ ഒരു മോഹം കാണിച്ചിട്ടില്ല. അതാണ് ഞാൻ ഇപ്പോഴാണ് ഈ പറയുമ്പോഴത് അറിയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് പിന്നെ ഇത് ഫൈനലൈസ് ചെയ്യുന്ന കൊല്ലത്ത് ഇന്ത്യൻ കോഫി ഹൗസ് വെച്ചാൽ അവിടെ വരുമ്പം ശരിക്കും വീട്ടിൽ നിന്ന് ഞാൻ ഈ നടക്കാൻ ബുദ്ധിമുട്ടാണ്, അതൊന്ന് പറഞ്ഞൊഴിയണം എന്ന് വിചാരിച്ച് അവിടെ വന്ന് സംസാരിച്ചിട്ട് ഞാൻ പോകുന്നത്, കുഴപ്പമില്ല മേനെ, ഞാൻ മേനു വേണ്ടി ഞാൻ എടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ ആളുകൾ സിനിമ എടുക്കുന്നിടത്താണ് അത്. പക്ഷേ ഞാൻ അതിനേക്കാളും ഗംഭീരമായിട്ട് അത് എടുത്തു എന്നുള്ളത് അസത്യം. അത് എടുത്ത് ശരിക്കും പറഞ്ഞാൽ ശശിക്ക് വേണ്ടിയാണെങ്കിൽ പോലും അതിലുപരി ബാലേന്ദ്ര മേനോന് വേണ്ടിക്കൂടായിരുന്നു. വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മൂത്ത മകനെ എഴുത്തിനിരുത്തിയത് ബാലേന്ദ്ര മേനോനാണ്. ഉത്രാട രാത്രിയുടെ റെക്കോർഡിങ് നടക്കുക എവിടെ? തരങ്ങണി സ്റ്റുഡിയോ. അത് ഈ പറഞ്ഞ പൂജയ്ക്ക് ഇരുത്തുന്ന ദിവസമാണ് അങ്ങനെ സംഭവിച്ചത് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ പിന്നെ തരങ്ങണി സ്റ്റുഡിയോയിൽ ഒരു പാത്രത്തെ അരി കൊണ്ടുവന്നിട്ട് കുറിപ്പേടം പറഞ്ഞു, മേനോൻ എൻ്റെ മോനെ, എനിക്കെന്താ ഈ പ്രായമുള്ളൂ. അപ്പോൾ എനിക്ക് തന്നെ അത് അത്ഭുതം. കാരണം സാധാരണ എന്താ നല്ല പരിണതപ്രജ്ഞന്മാരായ ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ചുമ്മാ ഓടി കിടക്കുക. അപ്പോൾ ഞാൻ മോനെ പിടിച്ചു വെച്ചിട്ട് ഹരിശ്രീ എഴുതിപ്പിച്ചു. അതാണ് ആ സിനിമയുടെ അക്കൗണ്ട്സ് ഒക്കെ എഴുതിയത് മേനോൻ സാർ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ കുറിപ്പിൻ്റെ കണക്ക് പുസ്തകം എന്ന് പറഞ്ഞത്. അത് ആ ഇടയ്ക്ക് അത് തമാശയല്ല, ഇതിനിടയ്ക്ക് പറയാം, കൂട്ടത്തിൽ പറയാം. നല്ല ചോദ്യം, ശ്രദ്ധിക്കേണ്ട ചോദ്യം ഇഷ്ടമായി. അതായത് ആ ഇടയ്ക്ക് ഞങ്ങൾ ഇത്രയും സ്നേഹബന്ധത്തിലൊക്കെ ആണെങ്കിലും ഈ പ്രകൃതിയിലുണ്ടാകുന്ന കാറ്റും കോളും അനുസരിച്ച് ചില ചെറിയ പിരിമുറുക്കങ്ങൾ കുറിപ്പേട്ടൻ്റെയും എൻ്റെയും ബന്ധത്തിലുണ്ടായി. ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല. കുറിപ്പേട്ടൻ അത് വേണമല്ലോ. കുറിപ്പേട്ടൻ കുറേ കാലം മൗനമായി. ഈ മൗനമായ ഘട്ടത്തിലാണ് ഞാൻ കഷ്ടകാലത്തിന് ഈ പടം കുറിപ്പിൻ്റെ കണക്ക് പുസ്തകം തുടങ്ങിയത്. ആരൊക്കെയോ പോയി ധരിപ്പിച്ചു, കുറിപ്പേട്ടനെ പറ്റി വേണ്ടാത്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക കയറി. അങ്ങനെ കുറിപ്പേട്ടൻ കുറച്ചാളെ ആ ടെൻഷനിൽ കഴിഞ്ഞു. പടം റിലീസാവുന്നവരെ ടെൻഷനായെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, പക്ഷേ വേറൊരു കാര്യമുണ്ട്. പിന്നെ മേനോൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നതല്ല, ശരിക്കും ഏറ്റവും നല്ല ചിത്രം ഉത്രാട രാത്രി തന്നെ. ഡെഡ് ബോഡി പോലും കാണിക്കാതെ
മരണം എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ ചിത്രമാണ്. പിന്നെ കവിയൂർ പൊന്നമ്മച്ചിയുടെ ശബ്ദം ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇങ്ങനെ നിൽക്കും, മോനെ മോനെ എന്നുള്ളത് വിഷ്വലില്ല. ഇല്ല. ശ്രീ ബേബി പോൾ എന്നാണ് മേനോൻ സാറിനെ പരിചയപ്പെടുന്നത്? 1981 കോലഞ്ചേരിയിൽ വെച്ച് അദ്ദേഹം ഒരു സിനിമ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് പരിചയപ്പെടാനും അടുത്ത് പഴകാനും അവസരം കിട്ടി. അല്ല, അതിങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി നിർമ്മാതാവായി തന്നെ അപ്രോച്ച് ചെയ്തതാണോ? അല്ല, ഒരു സുഹൃബന്ധത്തിൽ നിന്നുണ്ടായ സിനിമ തന്നെയാണ്. അന്ന് ഞാൻ വേറൊരു പടം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി. ഭദ്രൻമാട്ടയിൽ വെച്ചിട്ട് എൻ്റെ മോഹങ്ങൾ പോയി. അങ്ങനെയാണ് സൂപ്പർ ഹിറ്റായ എൻ്റെ പൈങ്കിളി കഥ. ഒരു പൈങ്കിളി കഥ അദ്ദേഹം VNV എന്ന് പറഞ്ഞ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കിയത്, ഞാൻ ഔട്ട്റൈറ്റ് മേടിച്ചത്. പിന്നെ ബേബിയുടെ കാര്യം പറഞ്ഞാൽ ഈ കാര്യനിസ്സാരം എന്ന് പറയുന്ന പടം ഷൂട്ട് ചെയ്തത് അദ്ദേഹത്തിന് നാട്ടി വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് കേട്ടില്ലേ, ശ്രീ പൈരിപ്പിള്ള എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ലീഡിങ് കോൺട്രാക്ടറാണല്ലോ. അപ്പോൾ ഇദ്ദേഹവും ബ്രദറും ഉണ്ട്. അവർ രണ്ടുപേരുമാണ് മറ്റേ ഭദ്രൻ്റെ പടത്തിൻ്റെ നിർമ്മാതാക്കൾ. അങ്ങനെ വന്ന് ഈ പടം വന്നപ്പോൾ ഇവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, BGs എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു, അവർക്ക് കൊടുത്തു. പക്ഷേ അതിൻ്റെ എനിക്കതിനകത്തുള്ളൊരു പ്രത്യേക ഒരു ഫീലിംഗ് എന്താ വെച്ചാൽ, എൻ്റെ നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നത് അങ്ങനെയാണ്. VNV എന്നുള്ള കമ്പനി ആരംഭിക്കുന്നത്. ആ VNV തന്നെയാണ് പിന്നീട് എൻ്റെ അവരുടെ ചക്കിയും വിവാഹിത രീതിയിലും സമാന്തരങ്ങളും ഒക്കെ എടുത്തവർ തന്നെ ആ ബാനറാണ്. അപ്പോൾ ആ ബാനറിലാണ് ഞാൻ ദേശീയ തലത്തിലും എനിക്ക് ഒന്ന് എത്താൻ പറ്റിയത് എന്ന കാര്യത്തിൽ ഞങ്ങളുടെ തുടക്കമിടാൻ പറ്റിയത് എനിക്കാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സാധാരണ പറയാറുണ്ട്, ഇങ്ങനെ ഒരു നിർമ്മാതാവിനൊരു സംവിധായകൻ സമീപിക്കുമ്പോൾ, അതല്ലെങ്കിൽ നിർമ്മാതാവ് സംവിധായകനെ സമീപിക്കുമ്പോഴുള്ള ഒരു പെരുമാറ്റം ആയിരിക്കില്ല ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ആളാകെ മാറും. എങ്ങനെ പിന്നീട് ആദ്യം നമ്മൾ കണ്ട പോലെയൊന്നും ആയിരിക്കും, പിന്നെ അവർക്ക് സിനിമ എന്നത് മാത്രമായിരിക്കും. ഒരു നിർമ്മാതാവിൻ്റെ വേദനകളോ പ്രശ്നങ്ങളോ ഒന്നും കാണാത്ത ഒരാളായി മാറും. മേനോൻ സാർ അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴും? ഒരിക്കലും ഉണ്ടായിട്ടില്ല. കുറച്ചുകൂടെ കൂടുതൽ അടുക്കാൻ അവസരം കിട്ടിയത് അങ്ങനെ. ഞാനിതിനകത്ത് ഇപ്പോൾ ബേബിയായിട്ടും ഞാൻ കുടുംബപരമായിട്ടും സുഹൃത്താണ്. ബേബി പിന്നെ പടമൊന്നും എടുത്തിട്ടില്ല. ബേബി ഒരു എങ്കിലും എടുത്തതിന് ശേഷം ഞങ്ങൾ തമ്മിൽ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ വേറെ 5-6 പടം എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ബേബിയുടെ അത് നമ്മുടെ ഒരു സന്തോഷം. ബേബിയുടെ മകളുടെ വിവാഹം എനിക്ക് പോകാൻ പറ്റുന്ന അവസരമായിരുന്നു. പക്ഷേ ഞാൻ എന്നെ വിളിച്ചറിയിച്ചു. കല്യാണം കഴിഞ്ഞപ്പോഴും പള്ളി എത്തി ഞാൻ. അപ്പം ഞാൻ ചെന്ന് കയറുമ്പോൾ കല്യാണം പരിപാടിയാണ് കഴിഞ്ഞു. പക്ഷെ നമുക്ക് ചെന്നെത്താൻ പറ്റുന്ന സന്തോഷമുണ്ടല്ലോ, അതെന്താ പറയുക സ്ഥിതി, അത് നമ്മുടെ ഒരു വ്യക്തിയുടെ പ്രോബ്ലമാണ്. അല്ല നമ്മളത് എന്നെപ്പറ്റി ആൾക്കാർ നല്ലത് പറയണമെന്ന് കരുതി ഒരു പ്രവൃത്തി ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിന് നല്ലത് തന്നെ പറയണം. ഞാൻ തമാശക്ക് എപ്പോഴും പറയും, സിനിമ എടുക്കുകയാണെങ്കിൽ ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴേ, എൻ്റെ അനുഭവം അതാ, ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ ഒരു കണ്ണ് ക്യാമറയിൽ കൂടെ നമ്മൾ നോക്കണം. ഈ കണ്ണ് ഓപ്പണായി വെച്ചേക്കണം. അതിൽ വേണം നോക്കാം എത്ര വട അവിടെ പോയിട്ടുണ്ട്, എത്ര ചായ പോയിട്ടുണ്ട് അവിടെ നോക്കണം. കാരണം ഒരുപാട് ചായ പോവും. അപ്പം നോക്കിയിട്ട് ഇവിടെ പറഞ്ഞ് ഒരു ചെറിയൊരു കൊടുത്താൽ നമ്മുടെ നിയന്ത്രണത്തെ പ്രശ്നം വയ്ക്കും. പിന്നെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തിയും ഇപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ട് ഇവർക്കും കുടുംബമുണ്ട്. ഇവരും പല രീതിയിൽ കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കി കൊണ്ടുവരുന്നത്. ഇവർ കൊണ്ടുവരുന്ന കാശിലാണ് നമ്മൾ സെറ്റിൽ ഭക്ഷണം കഴിക്കുന്നത്. ഇത് എൻ്റെ റെമ്യൂണറേഷൻ തന്നു. ഇനി ഇവരുടെ വീട്ടിലേക്കും ഇവരുടെ വരവും കാത്തൊരു ഭാര്യ ഇരിപ്പുണ്ടെന്നൊക്കെ ചിന്തിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസേഴ്സിനെ ബഹുമാനിക്കാനേ പറ്റൂ. ബാലേന്ദ്ര മേനോൻ പുറത്തഭിനയിച്ച ആദ്യത്തെ പടം എൻ്റെ അങ്ങനെയുണ്ടോ? ദൈവത്തെ ഓർത്ത് സിനിമ പ്രേക്ഷകനെ നോക്കി